ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബ്രെഡ് പക്കോടയാണ്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് പ്രിപ്പറേഷനാണ്. കുറച്ച് ബ്രെഡ് സ്ലൈസും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിത്യേനയുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം വീഡിയോ. ബ്രെഡ് പക്കോട തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിരിക്കുകയാണ്. വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ രണ്ടായിട്ട് ഹാഫായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ്. കടലമാവ് നമുക്ക് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ആയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ നമ്മൾ ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, ഒരുപാട് എരിവ് ചേർക്കേണ്ടതായിട്ടില്ല. ഈ ഒരു ലൂസിൽ നമ്മൾ എടുക്കണം മാവ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കാം. ഡിപ്പ് ചെയ്ത് നമ്മളൊന്ന് എടുക്കണം. ഇത് നമുക്ക് ചൂടായിരിക്കുന്ന ഓയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ വന്ന് എപ്പോഴും മീഡിയം ഹീറ്റ് ആയിരിക്കണം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിട്ട സ്ലൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പ്രാവശ്യം നമ്മൾ ബ്രെഡ് സ്ലൈസ് ഫ്രൈ ചെയ്യുമ്പോഴും അത് ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ തന്നെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിപ്പ് ചെയ്യാവൂ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോറ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നിങ്ങളതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതിലൊന്നും എങ്ങനെയാണെന്നൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ?